ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലണ്ടൻ ബ്രോയുടെ ഏറ്റവും പുതിയതിലോട്ട് സ്വാഗതം. ഇത് നമ്മുടെ ഇവിടെ മണിക്കുട്ടനാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഇപ്പോൾ 2028 ജൂലൈ വരെയുള്ളൂ നമ്മുടെ കെയർ വിസയ്ക്ക് UK വാലിഡിറ്റി ഉള്ളൂ എന്നുള്ളതാണ്. അതായത് 2028 കഴിഞ്ഞാൽ പിന്നെ കെയർ വിസയിലുള്ള ആൾക്കാർ എന്ത് ചെയ്യും? അത് ഒരുപാട് പേരുടെ കൺഫ്യൂഷനാണ്, ഒരുപാട് പേരുടെ ഒരു ഡൗട്ടാണ്. കാരണം ഈ കെയർ വിസയിൽ UK ഒരുപാട് പേരുണ്ടല്ലേ. അപ്പോൾ ഇന്ന് നോർത്തേൺ അയർലൻഡിൽ കെയറായിട്ട് വർക്ക് ചെയ്യുന്ന മണിക്കുട്ടൻ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുകയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയിരിക്കും. നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലുമൊക്കെ ഈ പറഞ്ഞ പോലെ കെയറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കെല്ലാം അത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോട്ട് എടുക്കാം. വീഡിയോ ഇൻഫോർമേറ്റീവ് ആണ് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നേരെ വീഡിയോട്ട് എടുക്കാം. അപ്പോൾ മണിക്കുട്ട, വെൽക്കം. ഒരുപാട് നാൾക്ക് ശേഷം വീണ്ടും നമ്മുടെ കൂടെ വന്നിരിക്കുകയാണ്. ബാക്ക് ടു ആക്ഷൻ. അതെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം എന്താണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും അതായത് ഒരുപാട് സുഹൃത്തുക്കളുടെ ഒരു ഡൗട്ടാണ് 2028 കഴിഞ്ഞാൽ കെയർ വിസയിലുള്ള ആൾക്കാർ എന്ത് ചെയ്യും എന്നുള്ളത്. അപ്പോൾ എന്താണ് മണിക്കുട്ടിന് തോന്നുന്നത് ഇതിനെക്കുറിച്ച്? എനിക്കിപ്പം തോന്നുന്ന അനുസരിച്ച്, ഞാനിപ്പം അറിയാമല്ലോ, വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം. ആദ്യം ഞാൻ കെയർ വിസ റീസെൻ്റായിട്ട് ജോയിൻ ചെയ്തത് 1 വർഷത്തിന് താഴെ ആയിട്ടുള്ളൂ. ഇതിനു മുമ്പ് ഞാൻ ഷെഫായിരുന്നു, അതിനു മുമ്പ് വെയിറ്ററായിരുന്നു, റൂം ഡൈനിങ്, ഇൻറൂം ഡൈനിങ്, കിച്ചൺ അസിസ്റ്റൻറ്റ്, അത് കഴിഞ്ഞ് ഷെഫായി. അത് കഴിഞ്ഞിട്ട് വിസയുടെ ഒരു പരിധി, ഒരു എന്താ പറയുക, എത്ര പരിശ്രമിച്ചിട്ട് ഒരു വിസ കിട്ടാത്ത സാഹചര്യം ആയതുകൊണ്ട് ഞാൻ പിന്നെ കെയർ വിസയിലോട്ട് മാറുമായിരുന്നു. ആക്ച്വലി കെയർ ജോബ് നല്ലതാണ്, നല്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ. ആൾക്കാർക്ക് അത് പറയാൻ ഭയങ്കര നാണക്കേടും മടിയൊക്കെ. കെയറാണ്, വീട്ടിൽ പറയാനും കൂട്ടുകാരോട് പറയാനൊക്കെ മടിയാണ്. എന്നെ സംബന്ധിച്ചോളം അങ്ങനെയൊക്കെ കുഴപ്പമൊന്നുമില്ല. കെയർ ജോബ് കമ്പാരിറ്റീവ്ലി കിച്ചൺ വെച്ച് നോക്കുമ്പോൾ, കിച്ചണിലെ ഷെഫ് ജോബ് വെച്ച് നോക്കുമ്പോൾ സ്വർഗമാണ്. 8 മണിക്കൂർ കിച്ചൺ ജോബ് എന്ന് പറയുന്നത് ഒരു ദിവസം സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു വീക്ക് സ്ട്രെസ് ആയിട്ട് കൂട്ടാം. ഇത് 12 hour ഷിഫ്റ്റാണ് കെയർ വിസ. പിന്നെ വർക്ക് ചെയ്യുന്നത് നേഴ്സിംഗ് ഹോം, ഡിമെൻഷ്യ ആൻഡ് ലേണിംഗ് ഡിസബിലിറ്റി പല പല യൂണിറ്റ്സ് ആയിട്ടാണ്. ആ ഇത്രയും ഒരു വർഷത്തെ പരിചയത്തിൽ ഞാൻ പറയുന്നത് അത് പോസിബിൾ അല്ല. 2028 ശേഷം കെയർ വിസ നിർത്തലാക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞങ്ങളുടെ ഹോം, ഞാനിപ്പം നോർത്തേൺ അയർലൻഡാണ്. നോർത്തേൺ അയർലൻഡ് കുറച്ചുകൂടെ അറിയാലോ, കൺട്രി സൈഡാണ്. ഇവിടെ മാത്രം, ഇവിടുത്തെ എല്ലാ ഹോമൊക്കെ വെൽ എക്യുപ്പേർഡ് ആയിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു ഔട്ടറിലോട്ട് പോകുന്നതോറും സ്കെയർസിറ്റി കൂടുതലായിരിക്കും. സ്റ്റാഫിനെ പ്രോപ്പറായിട്ട് കിട്ടത്തില്ല. ഇപ്പം ലോക്കൽ സ്റ്റാഫ് ഒന്നും വന്നു കഴിഞ്ഞാൽ 1 മാസത്തിൽ കൂടുതൽ നിൽക്കാറില്ല, കരഞ്ഞുകൊണ്ട് ഓടുന്ന കണ്ടിട്ടുണ്ട്. അതായത് ലോക്കലായിട്ടുള്ള ഇവിടെ UK ആൾക്കാർ, യുകെയിലുള്ള ആളുകൾക്കൊന്നും അവർക്കൊന്നും കെയർ ജോബ് ഇഷ്ടമല്ല. അവരൊക്കെ കൂടുതലും ബാറുകൾ, ഷോപ്പ് അങ്ങനെയൊക്കെയാണ്. അല്ല, തീർച്ചയായിട്ടും നമ്മൾ കെയർ ജോബ് ചെയ്യുന്നത് ഏഷ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ. ഏഷ്യൻസ്, പിന്നെ ആഫ്രിക്കൻസ് ഇവിടുത്തെ ആൾക്കാർ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല. ചെയ്യുന്നുണ്ടില്ലെന്നല്ല. ആക്ച്വലി ഇപ്പോൾ നമ്മളെ കെയർ വിസയിൽ ഒരു മാറ്റം വന്നതിന് മുമ്പ്, ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ പറ്റുന്നത് 2 വർഷം മുൻപ്, അപ്പൊ തൊട്ടേ ഇതിലൊരു ഭയങ്കര സ്ട്രെസ്സും അല്ലെങ്കിൽ എന്താ പറയാ, ജോലി ക്ഷാമമൊക്കെ ഉണ്ട്. ഞങ്ങളുടെ ഹോം എന്ന് പറയുന്നത് വലിയൊരു ഗ്രൂപ്പാണ്. അവർക്ക് 10-14 എണ്ണം ഉണ്ട്. അത് മലയാളികളാണ് മൊത്തം സ്റ്റാഫുകൾ, മൊത്തം മലയാളികൾ. പിന്നെ ഉള്ളത് ആഫ്രിക്കൻ വംശജര്, അതിനകത്ത് സിംബാബ്വെ, നൈജീരിയ, ഘാന, അങ്ങനെ കുറേയൊക്കെ ഉള്ളത്. പിന്നെ ലോക്കൽ വരത്തുള്ളൂ. ലോക്കൽസ് കൂടുതലും ഓഫീസ് ജോബ്സ്, സീനിയേഴ്സ് അങ്ങനെയൊക്കെ ആയിരിക്കും. കെയർ ജോബിൽ ഉണ്ട്, പക്ഷെ വളരെ കുറവാണ്. ഈ പറഞ്ഞ പോലെ വളരെ കുറച്ച് ആൾക്കാരെ കെയർ ജോബിൽ നിൽക്കാറുള്ളൂ. നിൽക്കുന്നതിൽ തന്നെ വളരെ കുറച്ച് കഷ്ടപ്പെടാറുള്ളൂ. ബാക്കി എല്ലാവർക്കും ഒന്ന് ജസ്റ്റ് കരിയർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് മാത്രം വരുന്നത്. അങ്ങനെ പിന്നെ അങ്ങനെയാണ് പോകുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നില്ല ഈ 2028 വിസ തീർത്തുന്ന ഈ പരിപാടിയിൽ തീർത്ത് കഴിഞ്ഞാൽ UK ഭയങ്കരമായിട്ട് കൊളാപ്സ് ആവും. മിക്ക എന്താ പറയാ, മരണങ്ങൾ നടക്കും അല്ലേ? അങ്ങനെ തന്നെ പറയാൻ വേണമെങ്കിൽ മരണങ്ങൾ നടന്നേക്കാം. അത് തന്നെ, അതല്ലേ മരണങ്ങൾ, അല്ലെങ്കിൽ അതിനേക്കാൾ അപ്സെറ്റ് ആവുന്ന പ്രശ്നങ്ങൾ നടന്നേക്കാം. കാര്യം അത്രയും ഷോർട്ടേജ് വരും. അത്രയും എന്റെ വിസ 2028 തീരാൻ പോകുന്നു. അപ്പൊ ആ ബാച്ചിൽ മാത്രം എത്ര 1000 പേര് കാണുമായിരിക്കും. അത്രയും പേരെ ഷോർട്ടേജ് ഒന്നും താങ്ങാനുള്ള ഇതൊന്നും ആയിട്ടില്ല. പകരം ഇവര് ആൾക്കാരെ എടുക്കുന്നുണ്ടോ? ലോക്കൽ ആൾക്കാർ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടോ? ലോക്കൽ ആൾക്കാർ എടുക്കുന്നുണ്ട്. ഇപ്പൊ എന്റെ ഹോമില് ഒത്തിരി പേര് വരുന്നുണ്ട്, ലോക്കൽസ്. പക്ഷെ ഒരാഴ്ച കൂടുതൽ നിൽക്കാറില്ല. അതാണ് പ്രശ്നം. അതായത് പണ്ടത്തെ ഒരു കെയർ സിസ്റ്റം അല്ല. എനിക്ക് തോന്നുന്നു കോവിഡിന് മുമ്പൊക്കെ മച്ച് ബെറ്റർ ആയിരുന്നു. നമുക്കറിയത്തില്ല, കുറച്ച് പേര് പറഞ്ഞുള്ള അറിവാ. കോവിഡിന് മുമ്പ് നല്ല സ്റ്റാഫായിരുന്നു, ഒരുപാട് സ്റ്റാഫ് ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ. ഇപ്പൊ സ്റ്റാഫ് ഇല്ല. അപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഇപ്പൊ കെയർ ജോബ് എന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ടുള്ള പല കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഇതൊന്നും ഇവിടുത്തെ ആൾക്കാർക്ക് ചെയ്യാൻ പേഴ്സണൽ കെയർ ഈ പറയുന്ന പോലെ കുളിപ്പിക്കുക, അവരുടെ ദേഹം കഴുകുക, അവരുടെ അണ്ടർഗാർമെന്റ്സിന്റെ പാർട്സ് വെക്കും കൂടുതലും. ചിലരൊക്കെ ഈ നേഴ്സിംഗ് ഹോമിലൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ പറയുന്ന പോലെ എന്താ
സ്വന്തമായിട്ട് ചെയ്യാനുള്ളതൊക്കെ കുറച്ച് പേർക്ക് കാണുമായിരിക്കും. പക്ഷെ ഡിമെൻഷ്യലൊക്കെ വരുമ്പോൾ അവർക്ക് അതിനുള്ള ബോധം ഉണ്ടാവില്ല. ഇപ്പം മൂത്രം ഒഴിക്കുന്നതോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ബവൽ മൂവ് ചെയ്യുന്നതിനെ പറ്റി വലിയ ഐഡിയാസ് ഒന്നും ഇല്ലാത്തവരായിരിക്കും. അപ്പോൾ അവർക്കെന്ന് പറഞ്ഞാൽ ഹെൽപ്പ് വേണം. അപ്പോൾ അതൊക്കെ ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ ബെയർ ഹാൻഡ്സ് ഒന്നും അല്ല ചെയ്യുന്നത്. പക്ഷെ ഇവിടുത്തെ ആൾക്കാർക്ക് ചെയ്യാൻ ഇഷ്ടമാണ് ഞാൻ കണ്ടിടത്തോളം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മളെ പോലെയുള്ള മലയാളികളായിട്ട് ഒരുപാട് പേര്, മലയാളികൾ മാത്രമല്ല ഏഷ്യൻസ്, ഇപ്പൊ നൈജീരിയൻസ് ഒക്കെ ഇത് ഒരു സത്യം പറഞ്ഞാൽ കുറച്ച് അറപ്പില്ലാണ്ടൊക്കെ ചെയ്യുന്നു. പേടിയില്ല ചെയ്യുന്ന പറയാം. അതുപോലെ തന്നെ നമ്മളിപ്പോ എനിക്ക് വലിയ പ്രശ്നമൊന്നും ആദ്യം തൊട്ട് ചെയ്തില്ല. ഞാൻ ഫസ്റ്റ് ദിവസം ചെന്നപ്പം തൊട്ട് ഞാൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ നാട്ടിലൊക്കെ കണ്ടിട്ടുള്ള അമ്മൂമ്മ അപ്പൂപ്പന്മാര് അവരെയൊക്കെ നമ്മുടെ ഫാമിലി തന്നെയല്ലേ നോക്കുന്നത്. അതുപോലൊക്കെ തന്നെ ഫീൽ ചെയ്തിട്ടുള്ളൂ. പിന്നെ ചിലർ കുറച്ച് അബ്യൂസീവ് ആയിരിക്കും. അതായത് ചിലർക്ക് ബോധമില്ല. അപ്പം ഫോർ എക്സാമ്പിൾ അവരൊരു ദിവസം രാവിലെ കണ്ണിറങ്ങുമ്പോൾ അവരുടെ മെന്റാലിറ്റി ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ കമ്പാരിറ്റീവ്ലി ബ്രൗൺ അല്ലെ ബ്ലാക്കിഷ് ആയിരിക്കും. അപ്പം അവർക്ക് ഡിമെൻഷ്യ ഉള്ളവർക്കെന്ന് പറഞ്ഞാൽ മുമ്പ് കിടന്നൊന്നും ഓർമ്മ കാണത്തില്ല. തലേന്ന് എന്താണ് നടന്നത്. അവർ രാവിലെ എണീക്കുമ്പോൾ 2 കാർമ്മന്മാർ വന്ന് കട്ടിലേന്ന് പൊക്കുന്നു. അതൊക്കെ അവർക്ക് ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ അവർക്ക് ഭയങ്കര അപ്സെറ്റ് ആകും. ഇവന്മാരെ എന്നെ ഒന്ന് അവിടെ പിടിക്കുന്നു, ഇവിടെ പിടിക്കുന്നു, വെള്ളം ഒഴിക്കുന്നു, അങ്ങനെയൊക്കെ ചിലർ അപ്സെറ്റ് ആവും. ചിലർക്ക് നല്ല ബോധമുള്ളവരൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനൊക്കെ. അല്ലാതെ ഈ ജോലി അത്ര മോശം ജോലി ഒന്നുമല്ല. ഒന്നാമത്തെ കാര്യം പിരിച്ചുവിടല്ല, ഹോം കുറെ അടിച്ചു പോകുന്നുണ്ട്. അതായത് ഞാൻ കയറുന്ന സമയത്ത് ഈ പ്രശ്നം ഉണ്ടായിരുന്നു. അളിയൻ അറിയാലോ, മറ്റേ വിസ കോഡ് വെച്ചിട്ട് 6135 ആയിരുന്നു ഞങ്ങൾക്ക്. 31 സ്പൗസിനെ കൊണ്ടുവരായിരുന്നു. അത് ആക്ച്വലി സീനിയർ കെയർ വിസ അല്ല, ഓക്സിലറി നേഴ്സിംഗ് എന്നും പറഞ്ഞിട്ടുള്ള സംഭവം. ഈ ഓക്സിലറി നേഴ്സിംഗ് അസിസ്റ്റന്റ് എന്നും പറഞ്ഞിട്ട് ചിലർ ചെയ്യുന്നുണ്ട്. പറഞ്ഞിടത്തോളം ഈ 6131 വിസ ചെയ്യണമെങ്കിൽ സെപ്പറേറ്റ് എന്തോ ലൈസൻസ് വേണമെന്നോ ഞാൻ അറിഞ്ഞൊരു കേസാണ്. കാര്യം നമ്മുടെ ഹോമിലോട്ട് പുതിയൊരാൾ വന്നായിരുന്നു. ആ കൊച്ചിന്റെ വിസ റിവോക്കായിരുന്നു. ആ കൊച്ചു പറഞ്ഞു, അതായത് അവർക്ക് 6131 ആയിരുന്നു ആദ്യത്തെ വിസ. ആ വിസയ്ക്ക് വേണ്ടിയിട്ടുള്ള എന്തോ സെപ്പറേറ്റ് ലൈസൻസ് എന്തോ ഹോമിലില്ലായിരുന്നോ. അത് പിന്നെ ഇൻവെസ്റ്റിഗേഷൻ ആയിരുന്നോ. അതിനുശേഷം ഹോം അടയ്ക്കേണ്ടി വന്നു. അതായത് CQC അല്ല അതിന്റെ. ഇപ്പൊ എനിക്ക് നോർത്ത് ഐലൻഡിൽ RQA അങ്ങനെ. അപ്പൊ ആ ഒരു ഓക്സിലറി നഴ്സിംഗ് വിസ അതിപ്പോ നിലവിലുണ്ടോ? ചിലരൊക്കെ ചില ഹോമൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നാട്ടിൽ നിന്ന് UK വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇല്ല, അത് ഇവിടെ ഉള്ളവർക്ക് സ്പൗസിനെ കൊണ്ടുവരാൻ വേണ്ടി മാത്രമേ. അല്ലാണ്ട് ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് മൊത്തത്തിൽ നിർത്തിയല്ലോ. അത് കഴിഞ്ഞ ആകെപ്പാടെ പിന്നെ വേറെ ഏതോ ഐലൻഡ്സ് എന്തോ ചെയ്യുന്നുണ്ടെന്നൊക്കെ. UK തന്നെ അണ്ടറിലുള്ള ഏതോ. ആക്ച്വലി ഇപ്പൊ കേരളത്തിലോ ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് ഹോപ്പില്ല. പക്ഷെ ഓപ്പൺ ആക്കാതെ പറ്റത്തില്ലല്ലോ. അല്ല, പക്ഷെ അതാ ഞാൻ പറയാൻ വന്നത്. അതായത് ഈ നിലവിൽ ഹോപ്പില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ 2028 ശേഷം ഈ വിസ പുതിയ ആൾക്കാർ എടുത്തില്ലെങ്കിൽ, പറഞ്ഞ പോലെ പുതുക്കി കൊടുത്തില്ല എങ്കിൽ എന്തായാലും പുതുക്കി കൊടുക്കാതിരിക്കില്ല എന്നുള്ളതാണ്. അതിപ്പോ ഞാൻ മനസ്സിലാക്കിയ കാര്യം പറയട്ടെ. ഹോമിൽ നേഴ്സുമാരുണ്ട്. ഈ ഹോമുകളിലെല്ലാം നേഴ്സുമാരുണ്ട്. ഈ നേഴ്സുമാർക്കൊന്നും ഹോമിൽ നിൽക്കാനല്ല ആഗ്രഹം. ഇവരെല്ലാം സംബന്ധിച്ചോളം എക്സാംസ് എഴുതുക, പിൻ നമ്പർ എടുക്കുക, അതിനുശേഷം NHS-ലോട്ട് മൂവ് ചെയ്യാൻ താൽക്കാലികമാണ് നോക്കുക. അപ്പോൾ ഉറപ്പായിട്ടും ഫ്യൂച്ചറിൽ ഷോർട്ടേജ് വരും എല്ലാ മേഖലയിലും. ഹോമിൽ നേഴ്സിംഗിൽ വരും, ഹോം നേഴ്സിംഗിൽ വരും, അതുപോലെ തന്നെ സീനിയർ കേസിൽ വരും. ഇപ്പോൾ സീനിയേഴ്സ് തന്നെ എത്രയോ പേര് ഈ ലെവൽ 3 ഒക്കെ എടുത്തിട്ട് മാറാൻ നോക്കുന്നവരുണ്ട്. എക്സാം എഴുതി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ മണിക്കുട്ടൻ പേഴ്സണലി? ഇല്ല, ഞാനിപ്പോ ഞാൻ പക്ഷേ ഈ ലെവൽ 3 പഠിക്കണമെന്നൊരാഗ്രഹമുണ്ട്. അതിനെ കുറിച്ചൊന്ന് പറഞ്ഞു. എന്താണ് ലെവൽ 3? അറിയാത്തവരുണ്ടാവും. അതല്ലേ, ഞാനിപ്പോ എന്റെ കാര്യം പറയാം. നമ്മളിപ്പം ഞാനിപ്പോ എനിക്ക് എല്ലാ മേഖലയിലും വളരാൻ താല്പര്യമുള്ള ഒരാളാണ്. ഞാനിപ്പോ കേരളം കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കി ഭയങ്കരമായിട്ട് നമുക്ക് വളരാൻ പറ്റിയ മേഖലയിൽ ഭയങ്കരമായിട്ട് വളരാം. പഠിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ബാങ്ക് സീനിയറിന്റെ ഇത് കിട്ടും. അതായത് സീനിയർ ഷിഫ്റ്റ് കിട്ടും. സീനിയർ ആയിട്ട് ജോലി ചെയ്യാനുള്ള ഇത് കിട്ടും. അപ്പൊ നമുക്ക് ആ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് വേണം ലെവൽ 3 കമ്പനി പഠിപ്പിക്കും. ഡിഗ്രി വെച്ചിട്ട് ബേസിക് ഡിഗ്രി പിന്നെ ഇവിടുത്തെ ലാംഗ്വേജ് ടെസ്റ്റ് മാത്രം മതി. പിന്നെ അവർ ട്രെയിനിങ് തന്നാൽ അവർ ലെവൽ 2 ലെവലാന്ന് തോന്നുന്നു. അവർ തന്നെ ഒരു ട്രെയിനിങ് ആണ് തരുന്നത്. ചോദിക്കാൻ അറിയോ, ഇപ്പൊ RQF ലെവലാണ് ഉദ്ദേശിക്കുന്നത്, ലെവൽ 2 ലെവൽ 3 എന്നുള്ളത്. RQF ലെവൽ 6 എന്ന് പറയുന്നതാണ് നമ്മുടെ നാട്ടിലെ ഡിഗ്രി. അതാ പറഞ്ഞു തരുന്നത്. നമ്മൾ ആദ്യം കമ്പനി കയറുമ്പോൾ കമ്പനി തന്നെ ട്രെയിനിങ് ആയിരുന്നു. കമ്പനി തന്നെ ട്രെയിനിങ് അത് ഇതെല്ലാം തരും. പക്ഷെ അവർ പറയുന്നുണ്ട് ഇത്ര നാൾ നിൽക്കണം, എന്നാലേ അവർക്കത് കവർ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അതിന് മുമ്പ് പോയി കഴിഞ്ഞാൽ 1000 പൗണ്ട് എന്താണ് കൊടുക്കണം. കാര്യം അത് ട്രെയിനിങ് ആണല്ലോ. മാനുവൽ ഹാൻഡ്ലിങ്, അതുപോലെ പിന്നെ ഈ ലേണിംഗ് ഡിസബിലിറ്റിയുടെ തന്നെ കുറച്ച് സിവിയർ പ്രശ്നങ്ങളുടെ ഹാൻഡ്ലിങ്, അതിനെപ്പറ്റിയൊക്കെ ട്രെയിനിങ് ഉണ്ട്. അതിനുശേഷം അവിടെ നിൽക്കുന്ന നമുക്ക് വേണമെങ്കിൽ ലെവൽ 3 പഠിക്കാൻ ചില കമ്പനികൾ പഠിപ്പിക്കും. 6 മാസത്തെ കോഴ്സ് പഠിപ്പിക്കും. ചിലർ പഠിപ്പിക്കത്തില്ല. അല്ലെങ്കിൽ നമുക്ക് പൈസ മുടക്കി പഠിക്കാം. പൈസ മുടക്കി പഠിച്ചു കഴിഞ്ഞാൽ ലെവൽ 3 പഠിച്ചു കഴിഞ്ഞാൽ സീനിയർ ആവാം. ഹോസ്പിറ്റലിൽ അപ്ലൈ ചെയ്യാം, NHS ട്രസ്റ്റുകളിൽ അപ്ലൈ ചെയ്യാം.
ബാൻഡ് 3 ആയിട്ടൊക്കെ നോക്കാം, ബാൻഡ് 2 ബാൻഡ് 3 വിസ കൊടുക്കുന്നുണ്ട് ചിലതൊക്കെ, അങ്ങനെ മാറിയിട്ടുള്ളവരുണ്ട്, അങ്ങനെ മാറാൻ പറ്റും. അതുപോലെ തന്നെ അവിടെ പിന്നെ NHS കയറി പറയേണ്ട കാര്യമില്ല, അറിയില്ല, പഠിക്കാം, വീണ്ടും പഠിക്കാം, അങ്ങനെ നല്ല രീതിയിൽ വളരാൻ പറ്റും, നല്ല പോസിബിൾ, നല്ല ചാൻസ് ഉണ്ട്. പിന്നെ ടോളർ ഷിഫ്റ്റ് ആണ്, അതേ ഉള്ളൊരു പ്രശ്നം വരുന്നത്. പിന്നെ നിലവിൽ ഇപ്പോൾ ഈ ഒരു ഇത് പ്രകാരം UK-യിലുള്ള ആൾക്കാരെ പേടിക്കേണ്ടതില്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നില്ല കാര്യം അവരുടെ ഐഡിയ അവർ ആദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ ഷബാനയല്ലായിരുന്നു സംസാരിച്ചത്, ഷബാന സംസാരിച്ചിടത്തോളം യൂറോപ്പിൽ നാളെ കൊണ്ടുവരുന്ന പറഞ്ഞത്. എനിക്ക് തോന്നുന്നില്ല യൂറോപ്യൻസ് ഇതിന് റെഡിയാവും, ഇല്ല ഒരിക്കലും ഇല്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ള നിയമം വന്ന സമയം തൊട്ട് തന്നെ ഡള്ളായി, ഈ മേഖല ഡള്ളായി. പക്ഷെ ഇപ്പൊ പുതിയ PM പറയുന്നത് സോഷ്യൽ കെയർ മേഖലയെ പുനരുദ്ധരിപ്പിക്കും, അതിനുവേണ്ടി പരിശ്രമിക്കുന്നൊക്കെയാണ്. അവരൊന്നും ചെയ്യേണ്ടെന്നേ, ഈ പറയുന്ന പോലെ ഈ കണ്ണി കാണുന്നവരെല്ലാം കൊണ്ടുവരുന്ന പരിപാടി ഉണ്ടല്ലോ, അതങ്ങ് നിർത്തണം. ഇത് ഗവൺമെന്റ് അണ്ടറിൽ വിസ ആക്കാൻ മതി, പ്രശ്നം തീരും. ഹോമുകൾക്ക് ഇപ്പൊ ഷോർട്ടേജ് ഉണ്ട്, ഹോമുകൾ ഇവർക്ക് കൊടുക്കുന്നു, ഗവൺമെന്റ് കൊടുക്കുന്നു, അങ്ങനെ വല്ല ആയിരിക്കണം. ഇത് ഏജൻസികൾ വരുമ്പോഴില്ലേ കുറെ ഇല്ലാത്ത കമ്പനികൾ 10-20 ലക്ഷം രൂപ അങ്ങനെയൊക്കെ വരുന്നത്, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കുറയും. പിന്നെ മേഖല നല്ല മേഖലയാണ്. ഇപ്പൊ ഒത്തിരി പേര് ഇവിടുന്ന് ഈ മേഖലയിലോട്ട് മാറണമെന്ന് ചിന്തിക്കുന്നുണ്ട്. കേരളം എൻ്റെ അഭിപ്രായത്തിൽ മാറുക എന്നുള്ളതേ ഉള്ളൂ. ഞാനിപ്പോ ഇത് പിന്നെ ഫുൾ ഫ്യൂച്ചർ ഒന്നും അങ്ങനെ മാറാൻ എളുപ്പമല്ലല്ലോ. 3 മാസത്തെ പേ സ്ലിപ്പ് വേണം. അതെ, എന്നാൽ മാത്രമേ ഉള്ളൂ. ചിലർക്ക് അതും വേണ്ടാതെ കിട്ടുന്നുണ്ട്. ഞങ്ങളുടെ ഹോമിൽ എനിക്ക് തോന്നുന്നത് ഇംഗ്ലണ്ടിലൊക്കെ, അതായത് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന ഇംഗ്ലണ്ടിലാണ്, ഇവിടെയൊക്കെയാണ് കുറച്ച് സ്ട്രിക്റ്റ് തോന്നുന്നുണ്ട്. പിന്നെ ബ്രോ വർക്ക് ചെയ്യുന്ന നോർത്ത് അയർലൻഡിലാണെങ്കിലും വെയിൽസിലൊക്കെ അല്ല, അത് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കേസ് ടേക്കർ ഉണ്ടല്ലോ, അതായത് നമ്മൾ HMRCയിൽ കേസ് ഇത് ഒരു ഫയൽ വെക്കുന്നു, അതിന് കേസ് ടേക്കർ എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നത് അവരുടെ കൂടെ അനുസരിച്ചാണെന്ന് തോന്നുന്നു. കാര്യം എൻ്റെ ഹോമിൽ 2 പേര് വിസയ്ക്ക് വെച്ച്, ഒരാളുടെ റിജക്റ്റ് ആയി, ഒരാളുടെ റിജക്റ്റ് ആയില്ല, ഒരാൾ വേറൊരു വിസയിൽ നിന്ന് മാറുമായിരുന്നു. അപ്പൊ അതിന് വന്ന എക്സ്പ്ലനേഷൻ 6131 ഈ പറഞ്ഞ ഓക്സിലറിന്ന് 35 മാറുവാണ്, അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ലെന്നാണ്. വേറെ ആള് 6135 തന്നെ ആയിരുന്നു, ആ കമ്പനി റിവോക്കായി, അതിന്റെ കാര്യത്തിൽ കയറിയ. പക്ഷെ ആ പെങ്കൊച്ചിന് കിട്ടി 5, അവളും എമർജൻസി തന്നെ വെച്ച് 5 ദിവസത്തിനുള്ളിൽ കിട്ടി, മറ്റേ പയ്യന് റിജക്റ്റ് ആയി. അത് ലോജിക്ക് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാര്യം അല്ലെങ്കിൽ പിന്നെ ചിലർക്ക് മാത്രം റിജക്റ്റ് ആവുക, ചിലർക്ക് മാത്രം കിട്ടുന്നുണ്ട്. ചിലപ്പോൾ ഈ കേസ് ടേക്കന്മാരുടെയൊക്കെ മൂഡ് പോലെ ഇരിക്കുമായിരിക്കും. പിന്നെ മേഖല ചൂസ് ചെയ്യാവുന്നതാണ്, ഞാൻ പറയും ആർക്ക് വേണമെങ്കിലും മാറാം. ഇപ്പം ഞാനിപ്പം പെർമനൻ്റ്ലി കെയർ തന്നെ നിൽക്കണമെന്നൊന്നും വിചാരിക്കുന്നില്ല, നല്ല ചാൻസ് കിട്ടിയാൽ മാറും. പക്ഷെ എനിക്കിപ്പം ഇത് ആക്ച്വലി കുറച്ച് മടിയനാക്കുന്നുണ്ട്. അതായത് ഭയങ്കര സുഖം പണിയാണ് എനിക്ക് അങ്ങനെ തോന്നുന്നു. കമ്പാരിറ്റീവ്ലി കിച്ചണൊക്കെ വെച്ച് നോക്കുമ്പോൾ സുഖം പണിയാണ്. എനിക്ക് കമ്പാരിറ്റീവ്ലി അവിടെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ സുഖം പണിയായിട്ട് ഫീൽ ചെയ്യുന്നു. ഓരോ ആൾക്കാർ. അപ്പം എന്തായാലും 2028 ജൂലൈ വരെയുള്ളൂ കെയർ വിസ എന്ന് പറയുന്നത്. ചിലപ്പോൾ എന്തെന്നെ ആണെങ്കിലും അത് വെച്ച് മുന്നോട്ട് പോകാൻ സാധ്യത കുറവാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫ്യൂച്ചറിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നേക്കാം. പിന്നെ മെന്റൽ സ്ട്രെസ് വരും. അതെല്ലായിടത്തും ഉണ്ട്. പക്ഷെ ഇവിടുത്തെ മെന്റൽ സ്ട്രെസ് ഈ പറഞ്ഞ പോലെ ഇത് സ്ഥിരത ഇല്ലാത്ത ആളുകൾ മനുഷ്യരാണ്, അവരുമായിട്ടാണല്ലോ ജോലി ചെയ്യുന്നത്. അപ്പോൾ നമ്മള് റിപ്പീറ്റ് ആയിട്ട് കാര്യങ്ങൾ പറയുക, ചെവി കേൾക്കാത്തവരുണ്ടായിരിക്കും, മെന്റലി സ്ട്രെസ് ആവുമായിരിക്കും. അല്ലാതെ ഫിസിക്കലി എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. പിന്നെ ഈ പറയുന്ന പോലെ നമ്മൾ നടുവൊടിയണമെന്നൊന്നും കമ്പനി ആവശ്യപ്പെടുന്നില്ല. ഒരാളെയും കൂടെ വിളിച്ച് ഒരുമിച്ച് ചെയ്യണം അങ്ങനെയൊക്കെയാ പറയുന്നത്. ഐഫോണിനകത്ത് നമുക്ക് സ്റ്റെപ്പ് കൗണ്ട് ചെയ്യാൻ പറ്റും. സ്റ്റെപ്പ് കൗണ്ട് ചെയ്യാൻ പറ്റുമ്പോൾ ഞാൻ കിച്ചണിൽ നിൽക്കുമ്പോൾ 22,000, 23,000, 24,000 വയറ് പോലും വെക്കില്ലായിരുന്നു. ഭയങ്കരമായിട്ട് മെലിഞ്ഞിരിക്കുകയായിരുന്നു. എനിക്ക് 67 ഉള്ളായിരുന്നു. കേരളോട്ട് കയറി കഴിഞ്ഞിട്ട് സ്റ്റെപ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം 6,000. അത്രയൊക്കെ ഉള്ളൂ. അത് ഓരോ ആൾക്കാരുടെ വർക്കിന്റെ ഒക്കെ ആയിരിക്കും. ചില ആൾക്കാർക്ക് അറിയത്തില്ല, കാരണം പല ആൾക്കാരും ആക്രമിക്കുകയൊക്കെ ചെയ്യും. ചിലപ്പോൾ രോഗി അങ്ങനെ ആക്രമണം എന്ന് പറഞ്ഞാലേ അത് പറയുമ്പോഴാണ് ഇപ്പോൾ നമ്മൾ CQCയുടെ ഒക്കെ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ RQA അല്ലേ, അതിൻ്റെയൊക്കെ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഡെയിലി റിപ്പോർട്ട് ഉണ്ടല്ലോ, ഇൻസിഡന്റ് റിപ്പോർട്ടൊക്കെ ഉണ്ടല്ലോ, ഇൻസിഡന്റ് റിപ്പോർട്ട് കറക്റ്റായിട്ട് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ആ ഒരു ഹോമിന്റെ ലൈസൻസിനെ റദ്ദാക്കിയേക്കാം എന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് എന്തെങ്കിലും അനുഭവങ്ങളോ കാര്യങ്ങളോ പങ്കുവെക്കാനുണ്ടോ? അങ്ങനെയല്ല, നമ്മുടെ ഹോമിൽ പക്ക പേപ്പറാണ്. ചെക്കപ്പ് ഒക്കെ വരാറുണ്ട്, ഈ പറയുന്ന ചെക്കിങ്ങും ഒക്കെ വരാറുണ്ട്. അപ്പൊ അത് ഈ ഇൻസിഡന്റ് റിപ്പോർട്ടൊക്കെ മിസ്സാക്കുകയൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഇൻഡിവിജ്വൽ ഹോമുകളൊക്കെ ഉണ്ടല്ലോ, ഗ്രൂപ്പുകളല്ലാത്ത ഹോമുകളൊക്കെ ഈ പ്രശ്നങ്ങൾ ഞാൻ കേട്ടിട്ടുള്ളതെന്ന് തോന്നുന്നു. ഇതൊരു കെയർ ഗ്രൂപ്പാ, അവർക്ക് ടോട്ടൽ ഒരു ചാനലുണ്ട്.
ആ രീതിയിൽ തന്നെ ചെയ്യണം. പേപ്പർ വർക്ക് അവർ തന്നെ ഇന്റേണൽ ഓഡിറ്റ് ഉണ്ട്, അതാ ചോദിച്ചാ. ഓക്കെ ഇന്റേണൽ ഓഡിറ്റ്, ഇന്റേണൽ ഇൻസ്പെക്ഷൻ ഒക്കെ ഉണ്ട്. അതിനെ പറ്റി കുറച്ചുകൂടെ നല്ലപോലെ അറിയാവുന്നവർ കാണുമായിരിക്കും. ഓക്കെ ഓക്കെ. എന്നെ സംബന്ധിച്ചാൽ അങ്ങനൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒരു പേപ്പർ അങ്ങനെ നമ്മൾ ഉഴപ്പാറില്ല. CQC ആൻഡ് ആർക്കേഡ് ഒക്കെ ചെക്കപ്പ് ഒക്കെ ഉണ്ടാവാറുണ്ടല്ലേ ഇപ്പോൾ? ഞാൻ സീനിയറായ ഒരു ദിവസം വന്നിട്ടുണ്ട്. ഒരു ദിവസം വന്നിട്ടുണ്ട്. ഞാൻ സീനിയർ ആയിരുന്നു, ബാങ്ക് സീനിയർ ആയിരുന്നു. ഒരു ദിവസം വന്നായിരുന്നു, ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നു. അത് ഈ പറഞ്ഞ പോലെ അവരുടെ എന്താ ഇൻസ്പെക്ഷൻ്റെ ഭാഗമായിട്ട് വന്ന് ഓക്കെ. ഞങ്ങളുടെ ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടല്ലേ, അപ്പോൾ അവിടെ വരും, എല്ലാ പേപ്പറും ചെക്ക് ചെയ്യും. മിസ്സിംഗ് പേപ്പേഴ്സ് ഒക്കെ ഉണ്ടോ അവർ ചോദിക്കും. പിന്നെ ഈ പറയുന്ന പോലെ ഇൻസിഡൻറ്റ് റിപ്പോർട്ട്, ഫാളിൻ്റെ റിപ്പോർട്ട്, അങ്ങനെ വീഴ്ചകളൊക്കെ സംഭവിക്കുമല്ലോ അതിൻ്റെ റിപ്പോർട്ട്, പിന്നെ കാർഡെക്സ് മരുന്ന്, നമ്മുടെ കയ്യിലുള്ള മരുന്നൊക്കെ പേപ്പറിലുണ്ടോ, പേപ്പറിലുള്ളതൊക്കെ ഉണ്ടോ, ഫ്രിഡ്ജിലെ ടെമ്പറേച്ചർ, മരുന്ന് വെക്കുന്ന ഫ്രിഡ്ജിലെ ടെമ്പറേച്ചർ, പിന്നെ അവർ നമ്മളോട് ചോദിക്കും ഗ്ലൗ ഇടാറുണ്ടോ, അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ ഞങ്ങൾക്ക് അവർ നമ്മളോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നൈറ്റിനും ഡേക്ക് 2 മെഡിറ്റേഷനായിട്ട് വെക്കുന്നുണ്ട്. അത് മാത്രം ചോദിച്ചായിരുന്നു. അപ്പം സെയിം മരുന്നാണ്, ഗ്രാം വ്യത്യാസമാണ്, അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. മെറ്റാ സംതിങ് പറഞ്ഞിട്ടൊരു മരുന്നുണ്ട്, അത് 1000 ഗ്രാം ഡെയിലി, എല്ലാ നൈറ്റും 500 ഗ്രാം കയറുണ്ട്. തിരിച്ച് സ്വാപ്പ് ആവാതിരിക്കാൻ പണ്ടൊരു ഇൻസിഡന്റ് ഉണ്ടായി, സ്വാപ്പ് ആയിട്ട് നൈറ്റിൽ 1000 പോയി. അപ്പോൾ അവർ അങ്ങനെ ചെയ്ത് അത് മാത്രമേ ക്വസ്റ്റ്യൻ ചെയ്തുള്ളൂ, എന്തുകൊണ്ട് ഇങ്ങനെ വെച്ചു എന്ന് ചോദിച്ചപ്പോൾ അതിന് എക്സ്പ്ലനേഷൻ പറഞ്ഞു. പിന്നെ ഒറ്റ പ്രശ്നം ഐറിഷ് ഇംഗ്ലീഷാണ്. ഐറിഷ് ഇംഗ്ലീഷ് ഇച്ചിരി പാടാണ്. ഓരോ 10 കിലോമീറ്ററിൽ ഓരോ ആക്സെന്റ്, ഓരോ 10 കിലോമീറ്ററിൽ എനിക്കങ്ങനെ ഫീൽ ചെയ്യുക. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഒരു ആക്സെന്റ്, 10 കിലോമീറ്റർ മാറി കഴിഞ്ഞാൽ വേറൊരു ആക്സെന്റ്. നമ്മുടെ കേരളം പോലെ തന്നെ അങ്ങനത്തെ പാലക്കാട് വേറൊക്കെ അല്ലേ. അപ്പൊ അത് മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഭയങ്കര ലോക്കൽ സ്ലാങ്ങുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ. അപ്പൊ എന്തായാലും ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഈ 2028 വിസ തീർന്ന ആൾക്കാരാണ്. എൻ്റെ ഒരു കൺക്ലൂഷൻ പറയാനാണെങ്കിൽ അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കില്ല. കാര്യം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടുത്തെ മൊത്തം യുകെയുടെ ബാക്കപ്പ്, ഐ മീൻ ഹെൽത്ത് കെയറിൻ്റെ നട്ടെന്ന് പറയുന്നത് ഇന്ത്യൻസാണ്. ഓക്കെ. ഏഷ്യൻസ് ആണ്, ഏഷ്യൻസ് അല്ലെങ്കിൽ ഇമിഗ്രൻസ് ആണ്. നട്ടൽ ലീഗൽ ഇമിഗ്രൻസ് ആണ്. ടാക്സ് പെയ്ഡ് ലീഗൽ ഇമിഗ്രൻസ് അവരാണ് ഇതിന്റെ പുറകിൽ നല്ല രീതിയിൽ ജോലി ചെയ്യുന്നത്. പക്ഷേ ഷബാന മഹ്മൂദ് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ILRന്റെ കാര്യമാവട്ടെ എല്ലാം വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് എനിക്ക് ഇടയ്ക്ക് തോന്നുന്നുണ്ട് ടെൻഷൻ ക്രിയേറ്റ് ചെയ്യാനാണ് തോന്നുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഷൻ ക്രിയേറ്റ്സ് എന്താണ് ഷോർട്ടേജ് ആണല്ലോ. ദാറ്റ് മീൻസ് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ കൂടെ പിൻവലിപ്പിക്കുക. ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഷോർട്ടേജ് ഉണ്ടാകും, നമുക്ക് നല്ല രീതിയിൽ അറിയാം. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ 100 കെയർ വിസ പുറത്തുനിന്ന് ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് നടന്നെടുത്ത് ഈ പറയുന്ന പോലെ സ്പൗസിന്റെ പ്രശ്നം വന്നപ്പോൾ തന്നെ 80% ഷോർട്ടേജ് വന്നു. എക്സാക്ട്ലി, യെസ്, 80% ഷോർട്ടേജ് വന്നു. അത് കഴിഞ്ഞിട്ട് 20% വന്നിട്ടുണ്ട്, ഇല്ലെന്നല്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തു. ഇപ്പൊ ഇവിടേക്ക് വരുന്നവരുടെ തന്നെ സെറ്റിൽമെന്റിന്റെ പ്ലാൻ ഉദ്ദേശിക്കുന്നവരുടെ 10 വർഷം ചാടി നിന്നിട്ട് സെറ്റിൽമെന്റ് ആണ്. അപ്പൊ അത് കിട്ടത്തില്ലെന്ന് ഓൾറെഡി പറഞ്ഞു. ഇല്ലീഗലായി വരുന്നവർക്ക് ഇനി സെറ്റിൽമെന്റ് ഇല്ല UK. 10 അല്ലെങ്കിൽ 20 വർഷം നിന്നാൽ സെറ്റിൽമെന്റ് ഇല്ല UK. അസൈലം സീക്കറായിട്ട് വന്നു കഴിഞ്ഞാൽ 20 വർഷം അല്ലെങ്കിൽ 25 വർഷം നിൽക്കാം, പക്ഷെ സെറ്റിൽമെന്റ് ഇല്ല. പക്ഷെ അവർക്ക് നാട്ടിൽ തിരിച്ചു പോകുമ്പോൾ ഗവൺമെന്റ് ഫണ്ടൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ സെറ്റിൽമെന്റ് ഇല്ല എന്നുള്ള ടെൻഷനാണ് ഇവർ ക്രിയേറ്റ് ചെയ്യുന്നത്, എനിക്ക് തോന്നുന്നതാണ്. അതായത് സെറ്റിൽമെന്റ് ഇല്ല, നമ്മൾ ഈ പിള്ളേരെ പേടിപ്പിച്ച് കഴിപ്പിക്കുന്ന പോലെ സെറ്റിൽമെന്റ് ഇല്ല, ജോലി ചെയ്ത് പൊക്കോ, ഗൾഫ് രാജ്യങ്ങളൊക്കെ സെറ്റിൽമെന്റ് ഇല്ല എന്ന് വിചാരിച്ച് ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുമായിരിക്കും അവർ. പക്ഷേ ഈ സെറ്റിൽമെന്റ് ഇല്ലെങ്കിലും പ്രശ്നമില്ല, സ്പൗസിനെ കൊണ്ടുവന്നെങ്കിൽ കുറച്ചധികം പ്രശ്നങ്ങൾ ഒതുങ്ങിയാണ്. കുറെ പേരും കൂടെ വന്ന് എന്തായാലും പേടിക്കേണ്ടതില്ലെന്നാണ് നമ്മളൊരു കൺക്ലൂഷൻ. നോക്കാം അല്ലേ, എനിക്ക് തോന്നുന്നു. ഓക്കെ. പിന്നെ ഇത് മാത്രമല്ല ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ മേഖല മാറണമെന്ന് തന്നെ സ്ട്രോങ്ലി വിശ്വസിക്കുകയും മേഖല മാറണം, കെയർ ജോബ് മാറുന്നുണ്ട്, കെയർ മാറിയിട്ട് വേറെ നോക്കണമെന്ന് തന്നെ വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ. ചിലപ്പം ഇത് തന്നെ തുടരുമായിരിക്കും, അറിയത്തില്ല. പക്ഷെ മേഖല കൊള്ളാം, മേഖല ഒട്ടും മോശമുള്ള മേഖലയല്ല. ഈ പറയുന്ന പോലെ അത്രയും പാടും ബുദ്ധിമുട്ടും എനിക്ക് വയ്യാതൊന്നും ചെയ്യാന്നൊക്കെ അതൊക്കെ ചുമ്മാ കഴിവില്ലാത്തവരാ. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ താങ്ക് യു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിരിക്കും വിശ്വസിക്കുകയാണ്. അപ്പോൾ 2028 കെയർ വിസ അതിനുശേഷമുള്ള ആൾക്കാർ റിന്യൂ ചെയ്ത് കൊടുക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിന് സാധ്യത കുറവാണ് എന്നുള്ളതാണ് ഇപ്പോൾ കെയർ ഹോമിൽ വർക്ക് ചെയ്യുന്ന ഒരാളെന്ന രീതിക്ക് മണിക്കൂറിൻ്റെ അഭിപ്രായം അല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് ലെറ്റ്സ് സീ, നോക്കാം, പോസിറ്റീവായിട്ടിരിക്കാം. അപ്പോൾ ഇതേപോലെയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് UK വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ വരാം. അതുവരെയും താങ്ക് യു, ബൈ. താങ്ക് യു, ബൈ.